ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ചേന മെഴുക്ക് പുരട്ടിയാണ്. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ചേന മെഴുക്ക് പുരട്ടി എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്കൊന്ന് നോക്കി വന്നാലോ. അതിന് മുന്നേ ആദ്യമായിട്ട് തന്നെ എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ അടിച്ച് തന്നെ മറക്കരുത്. അതേപോലെ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലോ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് ലൈക്ക് അടിക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ നമ്മുടെ ചേന മെഴുക്ക് പുരട്ടി തയ്യാറാക്കാമെന്നും. അപ്പോൾ ചേന മെഴുക്ക് പുരട്ടി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ചേനയൊക്കെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തെടുത്ത ചേനയിലേക്ക് നമുക്ക് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചേന ചിലവർക്കൊക്കെ കൈ ചൊറിയാറുണ്ട്. അപ്പോൾ ചേന കട്ട് ചെയ്തെടുത്തതിന് ശേഷം തിളപ്പിക്കാൻ വേണ്ടി വെക്കാം നമുക്ക്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ചെറിയ തുണ്ട് പുളിയും ചേർത്തിട്ടാണ് ഞാനിത് തിളപ്പിച്ചെടുക്കുന്നത്. ചിലവർക്ക് കഴിക്കുമ്പോൾ നാക്കൊക്കെ ചൊറിയാറുണ്ട്. അപ്പോൾ നാക്ക് ചൊറിയാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഇതിലൊരു തുണ്ട് പുളി ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് തിളപ്പിച്ചെടുത്തിട്ട് ഈ വെള്ളം ഊറ്റിക്കളയണം. അപ്പോൾ അതൊരു 3/4 വേവ് ആവുന്നവരേക്കും നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചേന ഒന്ന് 3/4 വേവ് ആവാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ചേന ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു മസാല ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിത് ഊറ്റിയിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്തിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതൊന്ന് വെള്ളമൊക്കെ ഒന്ന് ഊറ്റി മാറ്റി വെക്കുന്നുണ്ട്. നമുക്ക് ഒരു ചീഞ്ചട്ടി അല്ലെങ്കിൽ ഒരു പാൻ അടുപ്പത്തേക്ക് വെക്കാം. ഞാനൊരു അയൺ പാനാണ് അടുപ്പത്തേക്ക് വെച്ചിട്ടുള്ളത്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നല്ലൊന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് കടുകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കടുകൊന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് ചെറിയ ജീരകം ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആദ്യം വെളുത്തുള്ളിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ചിലവർക്കൊക്കെ ഗ്യാസാണ്. അപ്പോൾ അതുകൊണ്ട് വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഗ്യാസ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഒരു സവാളയാണ്, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മുരിയുന്ന വരയ്ക്ക് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. സവാളയൊക്കെ ഒന്ന് കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സവാളയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ സ്റ്റൗ ഒന്ന് സിമ്മിലേക്ക് വെച്ചതിന് ശേഷം നമുക്ക് നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള ചേന ചേർത്ത് കൊടുക്കാം. ചേന ഏകദേശം വെന്തതാണ്, എന്നാലും നമ്മൾ ഒന്നും കൂടി ഇതിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ എല്ലാ ഭാഗത്തേക്കും മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനി ലാസ്റ്റായിട്ട് ഇതിലേക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പും അതേപോലെ തന്നെ കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി നമുക്ക് മേലൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഒരു 5 മിനിറ്റ് മൂടി വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചേന മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ അടിച്ചിടാനും മറക്കരുത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കമൻറ്റിലൂടെ നമുക്ക് റീപ്ലൈ തരാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ചേന ഫ്രൈ ഇവിടെ മൂടി വെച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റിന് ശേഷം ഞാൻ ഇവിടെ ഇതാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ട്രൈ